ജലദോഷം ഇതിനു മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അന്നേരം ഞാൻ സിട്രസം കഴിച്ചു. എന്നതാ? സിട്രസം കഴിച്ചു. ഓ, അപകടം പിടിച്ച കടുപ്പമേറിയൊരു മരുന്നാ കേട്ടോ അത്. അതെങ്ങനെ മനസ്സിലായി? പറയണ കേൾക്കാൻ പറയാൻ മേലേ. സിട്രസം കഴിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ അസുഖം മാറി. ജലദോഷം മാറി. എന്നാ പിന്നെ പേടിക്കണ്ട, അത് തന്നെ കഴിച്ചു. ആണല്ലേ? എന്നാ പിന്നെ ഒരു പേപ്പറിൽ ഒന്ന് കുറിച്ച് തരാമോ? ആ കുറിച്ച് എന്തിന്? നിങ്ങൾക്ക് പറയാനറിയാലോ, അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് തരും, കഴിക്കുക, മാറുക. ഡോക്ടർ എന്നെ സംഭവം അറിയും. ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എഴുതി കൊടുത്താൽ ഡോക്ടറെ കുറിപ്പടി ഉണ്ടെങ്കിൽ ഒരു മരുന്ന് വരുള്ളൂ. കാർ ഉണ്ടാക്കി വെക്കേണ്ട ഇത്. നോക്കി നിൽക്കാതെ കൊണ്ട് എഴുതി കൊടുക്ക്. ഇങ്ങ വന്ന് ആ പറഞ്ഞ സാധനം എഴുതാൻ നിനക്കറിയാവോ? ഇല്ല. പറയാനറിയാവോ? ഇല്ല. രണ്ടും അറിയാൻ മേലാത്ത നീ ഞാൻ എനിക്കിട്ട് ക്ലാസ് എടുക്കാം. എന്താണ് അവിടെ നിങ്ങളെന്താ ഗൂഢാലോചന? ഞങ്ങൾ നിങ്ങളുടെ ജലദോഷത്തെ കുറിച്ച് ഗഹനമായി ചർച്ച ചെയ്തു. അപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്താ ഡോക്ടർ? നിങ്ങൾക്ക് ജലദോഷത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ നിസ്സാരം ഒരു ആവി പിടിച്ചാൽ മതി. ഓരോ ഡോക്ടർമാരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ആവി പിടിച്ചാൽ വെറുതെ മെഡിസിൻ കഴിച്ച് നമ്മുടെ വയറ് ചെല്ലാക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്. ആവി പിടിച്ചാൽ മതി എന്ന് എഴുതി തരണം. എന്തിനാ? അതെനിക്കറിയാലോ. സ്പെഷ്യൽ ഡോക്ടറാണ്, അറിയാലോ. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? എനിക്ക് ഈ ജലദോഷം വന്ന കൂടത്തി അതിന്റെ കൂടത്തിൽ തന്നെ പനിയും വന്നു. അമ്മാവന്റെ കൂടെ അമ്മായി വന്നെന്ന് പറഞ്ഞു. പനി വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പനി വന്നപ്പോൾ എന്ത് ചെയ്തു? പനി വന്നപ്പോൾ ഞാൻ ഡോളോ കഴിച്ചു. ഡോളോ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് തുളയുള്ളത്. അത് പോളോ. ഡോളോയ്ക്ക് ഹോളില്ല. ആ എഴുതി വൈ. തുളയില്ലാത്തത് ഡോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ. തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയെന്നുള്ളത് പോളോ. എന്താണിത്? ഇതെന്താ പാട്ടാണോ? ഞങ്ങള് മരുന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു. മരുന്നൊക്കെ കമ്പോസ് ചെയ്യോ? പനി, ജലദോഷം, ചുമ, ഇത് പ്രത്യേക ഒരു പാറ്റിനുള്ള അസുഖമാണ്. ആ പാറ്റിന് പറ്റിയൊരു മരുന്ന് ഞങ്ങൾ കമ്പോസ് ചെയ്ത് മാറ്റി വെച്ചു. മരുന്നെടുത്തങ്ങ് കൊടുക്കാലോ. പിന്നെ എനിക്ക് വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് തീരുന്നില്ലേ? അതായത് ഈ ഗ്യാസിന് എന്നാ ചെയ്യണ്ടേ? അപേക്ഷ കൊടുക്കണം. കൊടുക്കുമ്പോ 2 കുറ്റിക്ക് അപേക്ഷ കൊടുക്കണം. പിന്നെ പുറകെ നടന്നാൽ കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഞാൻ വയറ്റിലെ ഗ്യാസിന്റെ കാര്യം. വയറ്റിലാണെങ്കിലും കുണ്ടന്നൂരാണെങ്കിലും ഗ്യാസ് കിട്ടണേ അപേക്ഷ കൊടുക്കണം. ഞാൻ വയറ്റിനകത്ത് കയറിയ ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് വയറ്റിലേക്ക് കയറ്റുന്നതിന് ഒരു കൺട്രോൾ വേണം. പക്ഷെ ഞാൻ വേറെ ഡോക്ടറെ കണ്ടപ്പോ എന്നോട് പറഞ്ഞറിയോ, എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? പിന്നെ കമാൻഡർ എക്സ്റേ എടുക്കൂ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണോ? അത് എന്റെ എക്സ്റേ അല്ലല്ലോ. ആരും എക്സ്റേ എടുത്താലും ഇതുകൊണ്ട് മൂടൽ മഞ്ഞത്ത് ഒരാൾ നിൽക്കുന്ന ഫീലിംഗ് ആണ്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ 7 കളറുള്ള എക്സ്റേ താൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അത് അങ്ങനെ. അതെ, ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ട്. ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു കിഡ്നി മാറ്റി വെക്കാനുണ്ട്. അയ്യോ, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയപ്പോ കിഡ്നി മാറ്റി വെക്കാൻ പോയി ഒരുപാട് സമയം എടുക്കും. ഇല്ല, ചെല്ലുക, കിഡ്നി എടുക്കുക, മാറ്റി വെക്കുക, പോരുക. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനം. ഡോക്ടർ എന്നെ സംഭവം അറിയോ? ഞാൻ പറഞ്ഞോട്ടെ. എന്റെ പുറത്ത് പറയാൻ പാടില്ല. എന്താണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കഷത്തി കുരുവാണ്. ഇത് വലിയ കുരുവായാലോ? അല്ല, ചെറിയ കുരുവാണ്. തുടക്കത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ഈ കക്ഷത്തി കുരുവിന് ഈ പനിയും ജലദോഷം വന്നപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ കക്ഷത്തി